ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1 ഇഞ്ചിൻ്റെ സാറ്റൻ റിബൺ വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫ്ലവർ നമുക്ക് ഹെയർ ബാൻഡിലും അലിഗേറ്റർ ക്ലിപ്പിലും നമ്മുടെ ഹെയർ ടൈലും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഈ റിബൺ നമ്മൾ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊരു ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളൊന്ന് റൗണ്ടിലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഒന്ന് വളച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മെഴുകുതിരിയിൽ വെച്ചിട്ട് ഇതിനൊന്ന് സൈഡ് ഉരുക്കി കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. സാറ്റിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നൂലൊക്കെ പെട്ടെന്ന് വലിഞ്ഞ് പോരാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചൂടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെ ഭാഗം എന്താ ഇതുപോലെ ഒരു വശത്ത് നിന്നും സെൻറ്റർ ഭാഗത്തേക്ക് മടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത വശത്ത് നിന്നും സെൻറ്റർ ഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗവും ഒന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മടക്കി പിടിച്ചിട്ട് തന്നെയാണ് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ അത് അവിടെ ഒട്ടിയിട്ട് കിട്ടും. ഇതുപോലെ ഒരു പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ 38 പെറ്റൽസ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ഫെൽറ്റ് ഷീറ്റും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാനൊരു കോമ്പസിൽ ഇതുപോലെ 2 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ട് ഒരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ 1.5 സെൻറ്റിമീറ്റർ നീളത്തിലൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒരു റൗണ്ടും കൂടെ ഇതിനുള്ളിലായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഓരോ പെറ്റൽസും ഇതുപോലെ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വരച്ചിട്ടുള്ള ചെറിയ വൃത്തത്തിന് ചുറ്റുമായിട്ടാണ് നമ്മൾ ഈ ഓരോ പെറ്റൽസും ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ഇതളുകളായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സാറ്റൻ റിബൺ 4 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് വലുപ്പം കുറച്ചാൽ, അതായത് 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ഒക്കെ ആയിട്ട് എടുത്താൽ നമുക്ക് ചെറിയ ഫ്ലവർ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ചെറുത് ഇതിലേറെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് കുറച്ച് വലിയ ഫ്ലവറായി പോയി ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അങ്ങനെ നമ്മളിത് ഇതുപോലെ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ഒട്ടിച്ച ഓരോ 2 ഇതളുകളുടെയും നടുവിലായിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റിൽ ഒട്ടിച്ച് കൊടുത്ത ഓരോ 2 പെറ്റൽസിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോ പെറ്റൽസായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ളൊരു ഫ്ലവറായി കിട്ടും. അങ്ങനെ നമ്മുടെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫ്ലവർ കുറച്ച് വലുതായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോണ് നമ്മുടെ ഫ്ലവറിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ സ്റ്റോൺ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമൽ സാറ്റൻ റിബൺ അല്ല കേട്ടോ. കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളൊരു സാറ്റൻ റിബണാണ് ഫ്ലവർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവറിനെ ഞാൻ ഇതുപോലെയുള്ളൊരു ഹെയർ ടൈയിലാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഒരു ഹെയർ ടൈ എടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ഫ്ലവർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ പേപ്പർ ക്യാൻവാസിൽ നിന്നും ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്ലവറിന് താഴെ ബണ്ണിൽ കൂടി ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പേപ്പർ ക്യാൻവാസിൻ്റെ പീസിന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ടൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സെയിം ഫ്ലവർ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഹെയർ ബാൻഡ് എല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.